പിന്നെ ഇഷ്ടമാണോന്നാ? അയ്യോ, മോദി 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 മോദിനെ പറ്റി 100% നല്ല അഭിപ്രായം. എല്ലാവരും നേരിട്ട് കാണാൻ വേണ്ടി വന്നത്. കേരള സർക്കാരെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഒരു നടപടി എടുക്കാത്ത സർക്കാരാണ്. പിന്നെ എന്തോ വയ്യണ്ടായി അതുകൊണ്ടാ. എന്നാലും ആവേശമുണ്ട്. വൈശാഖത്ത് പിന്നെ ഇഷ്ടമാണോന്നാ? അയ്യോ, പിന്നെന്താ? അല്ലല്ല, ഞാൻ തൃശ്ശൂർ കണ്ടുണ്ട്. അങ്ങനെ നല്ല അഭിപ്രായം എനിക്ക് ഇങ്ങോട്ട് വരില്ലല്ലോ. നല്ല അഭിപ്രായം ഉള്ളവരെങ്കിൽ വന്നേക്കണം. നോക്കി ഭയങ്കര ഇഷ്ടം. തിരുവനന്തപുരം കിട്ടിയില്ലേ? ചെറുതായില്ല, എന്താ പറയാ, വീണക്കണം നടന്ന് പഠിക്കുക. ഇനി വരും. ഞങ്ങളുടെ കാലൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് എന്തും കൂടി വിഷയം നമുക്ക് വരും. ഇപ്രാവശ്യം ആവശ്യമാണ് ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ. എന്തായാലും ഇപ്രാവശ്യം കേരളത്തിലെ ഒരു വലിയൊരു മാറ്റം തന്നെ ഞങ്ങൾ BJP കൊണ്ടുവരും, ഉറപ്പാണ്. ടി വിയിലൊക്കെ കണ്ടത്, ടി വിയിൽ നേരിട്ട് കാണാൻ വേണ്ടി വന്നത്. ഭരണമാണ് നമ്മുടെ പ്രശ്നം. കാരണം ഒരു മാറ്റം വേണം. ഇടതും വലതും ഭരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു മാറ്റം വേണം. ഇപ്രാവശ്യം വളരെ ഒരുവിധം ധൈര്യത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അതിനുവേണ്ടി ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ടാവാവുന്ന മുഴുവൻ നമ്മൾ ചെയ്യുന്നുണ്ട്. മാറും ഒരു മാറ്റം എല്ലാതും ആവശ്യമാണ്. അപ്പം എന്തായാലും മാറിയിരിക്കും. കേരളം മൊത്തം ഇതൊരു ആവേശമാണ്. ആ ആവേശത്തിനൊപ്പം ഞാൻ അത്രേ ഉള്ളൂ. BJPയുടെ പ്രകടനം കേരളം മൊത്തത്തിൽ ഒരു മുന്നേറ്റമായിരിക്കും. കേരളത്തിൽ ഒറ്റ വാക്ക് പറയാൻ വെരി ബാഡ്, 0 മാർക്ക്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇനി കേന്ദ്രഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൻ്റെ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് പെട്ടെന്ന് കേരളത്തിനെ പോലെയുള്ള ആൾക്കാരെ മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷെ എന്നാലും മാറും. കാരണം ത്രിപുര മാറി, എന്നിട്ടാണോ ഇനി ഇവിടെ മാറാണ്ടിരിക്കുക? മോദിനെ പറ്റി 100% നല്ല അഭിപ്രായം. എല്ലാവരും കേരളത്തിൽ മാത്രമേ കുറച്ച് കുറവുള്ളൂ. മൊത്തം ഇന്ത്യയിൽ കേരളം ഭയങ്കര ഫേമസാണ്. ലോകത്ത് മൊത്തം വേൾഡില് ഭയങ്കര ഫേമസാണ് മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ ഏതൊരു ഫംഗ്ഷന് വന്നാലും അല്ലെങ്കിൽ മോദി എവിടെ ചെന്നാലും, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോദി 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 ആവേശത്തോടു കൂടി പറയാം എല്ലാവരും, അല്ലേ? ഇത് നമ്മൾ ഗുസ്തിയിലൊക്കെ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ. റോക്കി എന്ന് പറഞ്ഞ മാതിരി മോദി 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 ആ ആരവം കേൾക്കാൻ പറ്റും. അതത്ര ആ ഇൻസ്പിറേഷനാണ് ആളെ പറ്റി പറയുമ്പോൾ. ഞങ്ങളെ എന്താ പറയുക, രക്തം തിളയ്ക്കും. മാറ്റം ഉണ്ടാവുന്ന ഞങ്ങളുടെ ആഗ്രഹവും അതിൻ്റെ പ്രാർത്ഥനയും. എല്ലാവരും ജയിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ജനങ്ങൾക്ക് മതിയായിരിക്കുകയാണ്. 2 പാർട്ടിക്കാരെ ഭരിച്ച് നാട് മുടിച്ചിരിക്കുകയാണ്. ചെറുപ്പക്കാർക്കാണ് ജോലിയില്ല, ഒക്കെ വിദേശത്തേക്ക് പോവുകയാണ്, അറിയാലോ. അപ്പോൾ ഒക്കെ ഇവിടെ ബംഗാളിലൊക്കെ വന്നാണ് വല്ല പണി ചെയ്യുന്നത്. കാരണം നാടിൻ്റെ അവസ്ഥ അതാണ്. ഒരു മാറ്റം, മോദി കേന്ദ്രമുള്ളൊരു ഭരണമാറ്റം ഇവിടെ വന്നാൽ നാട് ഗോഡ്സ് ഓൺ കൺട്രി തന്നെ ആവും കേരളം എന്നാണ് വിശ്വസിക്കുന്നത്. കാണാൻ വെള്ളം തിരക്ക് കടൽ പോലെയാണ്. കടലൊന്നുമല്ല, കടലിൽ ഇത്രയും വെള്ളം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കൂടുതൽ ജനസാഗരമാണ്. അപ്പോൾ മോദിക്കൊപ്പം ജനങ്ങൾക്കൊപ്പം നല്ലൊരു മാറ്റം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. മോദിനെ നേരിട്ട് കാണാൻ പറ്റി, കണ്ണതിൽ വളരെ സന്തോഷം. ഇനി ഒത്തിരി ദീർഘായുസ്സും മോദിക്ക് ഉണ്ടാവട്ടെന്ന് ആശംസിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രിനെ ആവേശമുണ്ടോ? പിന്നെ അതല്ല ഇവിടെ ആദ്യമായിട്ടാണോ കാണുന്നത്? നല്ല സന്തോഷമല്ല, എത്ര ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, അതിന്റെ സന്തോഷം. ആ സീറ്റൊക്കെ നേടും. ആ ഗംഭീരം, പിന്നല്ല. ഞങ്ങളൊക്കെ നല്ല ആവേശത്തിലായില്ലേ. BJPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാ കരുത്തും കിട്ടി. ഇനി ഒന്നും നോക്കാനില്ല. പിന്നല്ല. G20 എന്ന പ്രസ്ഥാനം നമ്മുടെ കൂടെ വന്നു. നരേന്ദ്രമോദി സാറ് വന്നത് ഫസ്റ്റ് നല്ലൊരു മാറ്റത്തിന് വേണ്ടി വന്നതാണ്. ഈ തവണ നല്ല സജ്ജമായ മത്സരം ഞങ്ങൾ എറണാകുളം ജില്ലയിൽ കാഴ്ചവയ്ക്കും. നല്ല രീതിയിൽ ഞങ്ങൾ സീറ്റ് നേടിയിരിക്കും.
സംസ്ഥാന സർക്കാരിന് ഇവിടെ ഒരു പുതുതലമുറയ്ക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പറ്റിയ ഒരു സ്ഥാപനം ഉയർത്തിയെടുക്കാൻ ഇത്രയും നാളുകളായിട്ട് സാധിച്ചിട്ടുണ്ട്. LDFന്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ സാധിക്കാത്ത ഒരു കാര്യം ഇതുവരെ ഇന്നുവരെയും ഒരു കൂട്ടായ സംസ്ഥാന ജനങ്ങൾക്ക് വേണ്ടി, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തികമാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, കുട്ടികൾക്ക് നല്ല പാഠം പഠിപ്പിക്കാനും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറഞ്ഞിട്ട് അതിനെ തട്ടിത്തെറിപ്പിച്ചവരല്ലേ LDF എന്ന സംസ്ഥാനം. അതിൽ നിന്ന് തന്നെ അവരെ അറിയാം, അവരുടെ നേതാക്കന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരുടെ അണികളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നേതാക്കന്മാർ സ്വാർത്ഥ താല്പര്യക്കാരായി മാറുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും എനിക്ക് വളരെ ഒരു ഭാഗ്യം തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിനെ കാണുന്നത്. അതും അടുത്ത് നിന്ന് കാണാൻ പറ്റി. ആ ഒരു വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ ഇന്ത്യയുടെ ഭരണം വന്നാൽ മാത്രമേ കേരളം രക്ഷയുള്ളൂ. ഈ കാലാവസ്ഥയിൽ നമ്മൾ പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും തീരുമാനങ്ങൾ ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഞാൻ 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ദൈവതുല്യനാണ് മിക്ക മണ്ഡലങ്ങളും പിടിക്കും. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല അച്ചടക്കമാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല പേഴ്സണാലിറ്റിയാണ്. മോഡി കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിരവധി കോടികൾ കേരളത്തിൻ്റെ ജനതയ്ക്ക് പുരോഗമനയ്ക്ക് വേണ്ടി വാഗ്ദാനം പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അധികാരത്തിൽ വരും എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. വരുന്നു വിചാരിക്കുന്നു. ജനങ്ങൾക്ക് അതനുസരിച്ച് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടണം. കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിന് നമ്മളൊരു വികസന കേരളമാക്കി മാറ്റാനായിട്ട് ജനങ്ങൾ ചിന്തിക്കണം, ചിന്തിച്ച് വോട്ട് ചെയ്യണം. BJP അധികാരത്തിൽ വരണം. ഇതാണ് കേരള സർക്കാരിനെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഓരോ നടപടി എടുക്കാത്ത സർക്കാരാണ്. ഓരോ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇല്ലേ? എന്താണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്? ഇപ്പം തന്നെ ഫണ്ടില്ല എന്നുള്ളത്. ഫണ്ട് എവിടെ കൊണ്ട് ചിലവാക്കും? സുഹൃത്തടിക്കുന്ന ഫണ്ടുകളാണ് സർക്കാർ. ഓരോ കാര്യത്തിനും ഓടിക്കൊണ്ട് കിടക്കുന്ന ഫണ്ടുകൾ സർക്കാരാണ്. ഭരണത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. വേറെ മറ്റുള്ള നേതാക്കന്മാർ ചെയ്യണേക്കാളും നല്ല രീതിയിൽ ജനങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഭരിക്കുന്നു. മോദിജിയെ കാണാനായിട്ട് അല്ല, നേരത്തെ ഇവിടെ മാറും. ഇത് മൊത്തം മാറും. നല്ല വശം മുഴുവൻ എന്താ ജനം അടിപൊളി. മാറ്റം തുടങ്ങണമല്ലോ. തുടങ്ങും.